ഇറാന്റെ വൻ കോട്ട തകർക്കാനാണ് ഇപ്പോൾ അമേരിക്ക നീക്കം നടത്തുന്നത്. വിജയിക്കുമോ എന്ന കാര്യം പറയാൻ കഴിയില്ല. അമേരിക്കയുടെ B-1 യുദ്ധവിമാനങ്ങൾ ആദ്യമായി ഇപ്പോൾ ഇറാനെതിരെ ആക്രമിക്കാൻ മിഡിൽ ഈസ്റ്റിലേക്ക് ബ്രിട്ടനിലുള്ള എയർബേസിൽ നിന്നും എത്തിയെന്ന വിവരം വരുന്നു. ഈ കാണുന്നത് നമുക്കറിയാം പിക്സാക്സ് എന്നറിയപ്പെടുന്ന ഇറാനിലുള്ള വലിയൊരു മലയാണ്. ഇത് വലിയ ഗ്രാനൈറ്റ് മലയാണ്. ഈ മലക്കുള്ളിലാണ് ഇറാന്റെ പ്രധാനപ്പെട്ട യുദ്ധ സംവിധാനങ്ങൾ നിലനിൽക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായും ഇറാന്റെ ആണവ റിയാക്ടറിൽ ഉപയോഗിക്കുന്ന പല സംവിധാനങ്ങളും ഇപ്പോൾ ഇറാൻ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അതുപോലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം, ന്യൂക്ലിയർ പ്ലാന്റുകളിൽ ഇത് ശുദ്ധീകരിക്കാൻ ആവശ്യമായ ഒരുപാട് സംവിധാനങ്ങൾ, ഇതെല്ലാം ഇപ്പോൾ ഇറാൻ ഈ ഒരു പിക്സാക്സ് എന്നറിയപ്പെടുന്ന മലക്കുള്ളിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്ന വിവരം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ മല തകർക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്കയുടെ മുന്നിലുള്ള വലിയ ടാർഗറ്റ്. ഇത് തകർക്കാതെ ഒരിക്കലും തന്നെ ഇറാനെ ഏതെങ്കിലും രീതിയിൽ ഇറാന്റെ ന്യൂക്ലിയർ ഫെസിലിറ്റി തകർക്കുക എന്നത് പോസിബിൾ ആയ കാര്യമല്ല. കാരണം ഇറാന്റെ ന്യൂക്ലിയർ പ്ലാന്റുകൾ ആക്രമിക്കുന്നത് കൊണ്ട് അതിന്റെ കവാടങ്ങൾക്ക് പരിക്കേൽക്കുമെന്നല്ലാതെ പ്ലാന്റുകളിൽ ഒന്നും സംഭവിക്കുകയില്ല. കാരണം വലിയ പാറകളുള്ള വലിയ മലകൾക്കുള്ളിലാണ് ഇറാന്റെ ഈ സംവിധാനങ്ങളെല്ലാം നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഈ മല തകർക്കുക എന്നതാണ് ഇപ്പോൾ അമേരിക്ക ടാർഗറ്റ് ചെയ്യുന്നത്. ആ കാര്യം ഇപ്പോൾ ട്രംപ് പറഞ്ഞതായി ആക്സിയോസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അതിനുള്ള നീക്കമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. എന്നാൽ അങ്ങനെ ഒരു നീക്കമുണ്ടായാൽ ഇസ്രായേലിനകത്തുള്ള അവരുടെ ഡിമോണയിലെ ന്യൂക്ലിയർ പ്ലാന്റ് ആക്രമിക്കുമെന്നതാണ് ഇറാൻ പറയുന്നത്. ഈ മല തകർക്കുന്ന വല്ല രീതിയിലുള്ള ആക്രമണങ്ങളും ഉണ്ടാവുകയാണെങ്കിൽ അതിനോട് ശക്തമായി ഇറാൻ പ്രതികരിക്കുമെന്ന് ഇറാനും പറഞ്ഞു കഴിഞ്ഞു. എന്തായാലും വലിയൊരു ദൗത്യം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഏറ്റവും വലിയൊരു ടാസ്ക്, ഏറ്റവും വലിയ ഒരു വെല്ലുവിളിയാണ് ഇപ്പോൾ നേരിടാൻ പോകുന്നത്. അതിൽ അമേരിക്കയ്ക്ക് ഏതെങ്കിലും രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ മല നിൽക്കുന്നത് പൂർണ്ണമായും പാറകളാണ്. ഈ പാറകൾ തുരന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഇറാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ പൂർണ്ണമായും തകർക്കുക എന്നത് പോസിബിളായ കാര്യമാണോ? ഇതിനുള്ളിലേക്ക് ഏതെങ്കിലും രീതിയിൽ ആക്രമണം നടത്താൻ അമേരിക്കയുടെ ഇന്നത്തെ ബങ്കർ ബസ്റ്റർ മിസൈലുകൾക്കാകുമോ എന്നത് ചോദ്യചിഹ്നമാണ്. കാരണം ഇത്തരത്തിലുള്ള വലിയ പാറകൾ തകർക്കാൻ ഈ പെനട്രേറ്റീവ് സംവിധാനമുള്ള അമേരിക്കയുടെ മിസൈലുകൾക്കാവുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്.